10-16 ദിവസങ്ങളായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും നടന്മാർക്കെതിരെയുള്ള ആരോപണങ്ങൾ വരികയും അമ്മ എന്ന സംഘടനയിലെ 17-അംഗ കമ്മിറ്റി എല്ലാം കൂടി രാജിവെച്ച് പുറത്തു പോവുകയും പിന്നെയും ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചില നടിമാർ പീഡിപ്പിച്ചിരിക്കുന്നു, ഇന്ന നടന്മാർ പീഡിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഈ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നാട്ടുകാർ എൻ്റെ അടുത്ത് ചോദിച്ചു തുടങ്ങി നിർത്താറായില്ലെന്ന്. ശരിക്കും കുറച്ച് കൂടുതലല്ലേ ഈ സിനിമാ വാർത്തകൾ മാത്രം പോകുന്ന നമ്മുടെ ഒരു മാധ്യമ ലോകം? രാകേഷ് പറഞ്ഞ ഒരു പരിധി വരെ ശരിയാണ്. കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം സന്തോഷ് വർക്കി വരെ സ്ത്രീകളെ പീഡിപ്പിച്ചു, മുറിയിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള വാർത്തകൾ വരെ അത്രയും ആ നിലവാരത്തിലേക്ക് വരെ മാധ്യമങ്ങൾ എത്തി എന്നുള്ളത് ശരിയാണ്. കാരണം കേൾക്കുമ്പോൾ ഭയങ്കര പ്രശ്നമുള്ള കാര്യം ഇങ്ങനെയൊക്കെ ആ ഒരു വാർത്തയുടെ മൂഡ് പോയി എന്ന് പറയില്ലേ, അവസ്ഥയിലേക്ക് ഒന്ന് സന്തോഷം. കാരണം ഈ വാർത്ത ഇങ്ങനെ തുടർച്ചയായിട്ട് മാധ്യമങ്ങൾക്ക് ചാനലുകൾ തുറന്നാൽ ഇപ്പോൾ കാണുന്ന വാർത്തകൾ മുഴുവൻ അതാണ്. ഇതൊരു സൈക്കോളജിക്കൽ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതായത് നമ്മൾ തുടർച്ചയായിട്ടൊരു വാർത്ത കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സും ആ രീതിയിലേക്ക് മാറിപ്പോകും. സ്വാഭാവികമായിട്ടും അത് മാധ്യമങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് എല്ലാ ദിവസവും. എല്ലാവരും ബ്രേക്ക് ചെയ്യാനായിട്ട് ഓരോന്ന് ശ്രമിച്ചുകൊണ്ട്. എനിക്ക് തോന്നുന്നു കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ സിംഗിൾ മാൻ ബ്യൂറോ വരെ പറഞ്ഞിരിക്കുകയാണ്, ഏതെങ്കിലും സ്ത്രീകൾ അപ്പുറം ഇപ്പുറകെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അതെടുത്തോ. കാരണം നമ്മൾ മാതൃഭൂമിയിൽ നോക്കുമ്പോൾ, 24-ൽ നോക്കുമ്പോൾ, ഏഷ്യാനെറ്റിൽ നോക്കുമ്പോൾ, മനോരമയിൽ നോക്കുമ്പോൾ, ന്യൂസ് 18-ൽ നോക്കുമ്പോൾ, ഇന്ന് വേണ്ട എല്ലാ മാധ്യമങ്ങളിലേക്കും നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് അവർ ബ്രേക്കാണ്, ബിഗ് ബ്രേക്കിംഗ്, ഇന്നയാണ് ഇടക്ക് ആരോപണമായിട്ട് പുതിയ സംഭവം വരുന്നു. സിദ്ദിഖ് വന്നു, മുകേഷ് വന്നു, വളരെ താരമൂല്യമുള്ള ആളുകളിലേക്ക് വരെ എത്തി. ഇനി അതിലും താരമൂല്യമുള്ള ഒരാൾക്കെതിരെയുള്ള ആരോപണം കിട്ടിയാൽ അതായിരിക്കും ആ ചാനലിൻ്റെ ഏറ്റവും വലിയ ബ്രേക്കിംഗ് എന്നുള്ള ശ്രമത്തിലാണ് അവർ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുക, അങ്ങനത്തെ ഒരു വാർത്ത കൊടുക്കുക, അങ്ങനെ ചാനൽ വലുതാക്കി എടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി അവർക്ക് കാണും. ഒരു ഇക്കിളി വാർത്തയിലേക്ക് പോയില്ലേ ശരിക്കും പറഞ്ഞാൽ? ഞാൻ ഇതിനെ കമ്പയർ ചെയ്യുന്നത് സോളാർ വിവാദം വരുന്ന സമയത്താണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് വളരെ ബഹുമാനത്തോടു കൂടി, ഞാനന്ന് ജോലി ചെയ്ത ചാനലിൽ ഇന്ത്യ വിഷൻ ആയിരുന്നു, ഞങ്ങൾ മാത്രം ഈ സീഡ് തപ്പാൻ പോയില്ല. ഞങ്ങൾക്ക് ഇന്നും അഭിമാനിക്കാവുന്ന കാര്യമാണ് ആ മാധ്യമ പ്രവർത്തനം. സീഡ് തപ്പിപ്പോക്ക് തന്നെ ലൈവായിരുന്നു. പോണ്ട എന്നുള്ളത് നമ്മുടെ തീരുമാനമായിരുന്നു. കാരണം ആ ഒരു സംസ്കാരത്തിൽ നിന്ന് വരുമ്പോൾ ഒരു വാർത്ത ഒരു കൂടുതൽ സമയത്തിലേക്ക് പോകുമ്പോൾ സത്യത്തിൽ മലയാളി സമൂഹം വെറുത്തു തുടങ്ങി. കാരണം ഈ ഒരു വാർത്ത തുടർച്ചയായിട്ട് ഇത് മാത്രമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനുഷ്യർക്ക് സംബന്ധിച്ച് കാലത്ത് ചാനൽ തുറന്നാൽ തന്നെ പോസിറ്റീവായ ഒരു വാർത്തയോ അതല്ലെങ്കിൽ മനസ്സിനെ സന്തോഷം തരുന്നതോ അല്ലെങ്കിൽ കുറച്ചും കൂടിയും നമുക്ക് പ്രതീക്ഷകൾ നൽകുന്ന എന്തെങ്കിലും തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകുന്നില്ലല്ലോ. വളരെ നെഗറ്റീവായ വാർത്തകൾ വരുന്നു, തുടർച്ചയായിട്ട് വരുന്നു, സ്വാഭാവികമാണ്. പക്ഷേ രാകേഷ്, അതിൻ്റെ മറ്റൊരു വശം കൂടിയുള്ളത്, ഈ വാർത്തകൾ കൊടുക്കാതിരുന്നാൽ പലരും പല കേസുകളും മുങ്ങിപ്പോവില്ലേ, അതല്ലെങ്കിൽ പുറത്തു വരാതിരിക്കില്ലേ എന്നൊരു ചോദ്യം കൂടി. ഇത് സമൂഹത്തിന് എന്ത് കാര്യന്നേ? ഇവര് പോയി പീഡിപ്പിച്ചു, ഇവരുടെ പേരിൽ ഒരു പീഡന അനുഭവം ഉണ്ടായി. ഇത് ഒരു കഞ്ചാവ് കേസിലെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ ഇത് സമൂഹത്തിന് വലിയൊരു പ്രശ്നമുള്ള സാധനമാണ്. MDMA പിടിച്ചു ഒരു നടൻ, അല്ലെങ്കിൽ അയാൾ ബിസിനസ് നടത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം സമൂഹത്തിന് പ്രശ്നമുള്ളവരാണ്. കൊട്ടേഷൻ ടീം വലിയ വടിവാളൊക്കെ ആയിട്ടൊരു നടൻ വന്ന്, നമ്മുടെ ഫഹദ് ഫാസിന്റെ പുതിയ സിനിമ വന്നില്ല, 5-6 മാലയൊക്കെ ആയിട്ട്, അതുപോലത്തെ ഒരു സ്റ്റൈലിലൊക്കെ ഒരു നടൻ വന്ന് ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം. എൻ്റെ ഒരു വ്യൂ ആണ് ഇത്. ഓക്കെ, നമുക്കിപ്പോൾ മനസ്സിലായി സിനിമാ മേഖല ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലായി തുടങ്ങി. 2, ഇതെല്ലാം കൂടി വന്നിട്ട് എന്തായി, അമ്മ സംഘടനയിലെ 17-അംഗ കമ്മിറ്റിയും രാജിവെച്ച് അതിലേക്ക് വരാം. ഞാനൊരു കാര്യം പറയട്ടെ രാകേഷേ, ഈ വാർത്തകൾ ഒരുപാട് വരുന്നു, നമുക്ക് മനസ്സിലായെങ്കിൽ നിർത്താറായില്ല എന്നുള്ള ചോദ്യത്തിൽ ഒരു പ്രശ്നമുള്ളത്, സത്യത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണ ഏജൻസിനെ സർക്കാർ വെച്ചിട്ടുണ്ട്, അവിടെ പോയി പരാതി കൊടുത്തുകൂടെ എന്ന ചോദ്യം ഉയർന്നു വരിക. പക്ഷേ പലരുടെയും ലക്ഷ്യം അത് തന്നെയാണ്. ഈ അന്വേഷണ ഏജൻസിയുടെ കയ്യിലേക്ക് ഇതെത്തുകയും മാധ്യമങ്ങളിലൂടെ പുറത്തു വരാതിരിക്കുകയും ചെയ്താൽ പല കേസുകളും മുങ്ങിപ്പോകാം, അല്ലേ? രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ടാകാം. പല കേസുകളും പുറത്തറിയാതെ മുങ്ങിപ്പോവുകയും ആരോപണം ഉന്നയിക്കുന്ന ഇരകളാക്കപ്പെട്ടവരുടെ ജീവിതം വീണ്ടും ദുരവസ്ഥയിലേക്ക് പോകാം. മാത്രമല്ല, ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിന് എന്ത് ഗുണമെന്ന് രാകേഷ് ചോദിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, സിനിമാ മേഖലയിൽ ഇത്തരം ദുഷിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇനിയെങ്കിലും സ്ത്രീകൾക്ക് ഒരു സുരക്ഷ കിട്ടാൻ ഒരു പരിധി വരെ സഹായിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഇത്തരം ആളുകൾ സിനിമാ മേഖലയിൽ വീണ്ടും പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ സ്വാഭാവികമായിട്ട് അവർക്കൊരു ഭയം ഉണ്ടാവും.
കാരണം ഇനി ഇത് പുറത്തു വന്നാൽ തൻ്റെ ജീവിതം നഷ്ടപ്പെടും, തൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം നഷ്ടപ്പെടും എന്ന തിരിച്ചറിവ് ഈ ആളുകൾക്കുണ്ടാവും. മാത്രമല്ല ഒരുപാട് മുഖംമൂടികൾ നമുക്ക് മുന്നിലുണ്ട്. ഈ മുഖംമൂടികളൊന്നും അഴിഞ്ഞു വീഴേണ്ടത് ആവശ്യമല്ലേ? അപ്പോൾ ആ നിലയ്ക്ക് ഇത് വാർത്തകൾ പുറത്തു വരുന്നത് നല്ലത് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അതൊരു യാതൊരു തെറ്റുമില്ല. കാരണം ഇത്തരം ആളുകളെ പുറത്തു വന്നാൽ മാത്രമേ, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ അമ്മയിലെ ഭാരവാഹികൾ രാജിവെക്കേണ്ട സാഹചര്യം എന്തുകൊണ്ടാണ്? ഒരു ഭാരവാഹിക്കെതിരെ പരസ്യമായി ബാബുരാജിനെതിരെ വന്നു, 2 ഭാരവാഹികൾക്കെതിരെ പരസ്യമായ ആരോപണം വന്നു. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ വന്നില്ലെങ്കിൽ ഇത് മുങ്ങിപ്പോയില്ലായിരുന്നു? അതിന് തൊട്ട് മുൻപുള്ള അവരുടെ പത്രസമ്മേളനത്തിലെ രീതിയും അവരുടെ മറുപടികളും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. തികച്ചും ന്യായമായി ന്യായീകരിക്കുന്ന, തികച്ചും വളരെ ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന തരത്തിൽ ന്യായീകരിക്കുന്ന പത്രസമ്മേളനങ്ങളായിരുന്നു. പക്ഷേ അതിനുശേഷമല്ലേ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വാർത്തകൾ ഉയർന്നു വരണം, അത് ഉയർന്നു വരേണ്ടതാണ്. കാരണം പൊതുസമൂഹത്തിന് മുന്നിൽ വളരെ ബിംബങ്ങളായി നിൽക്കുന്ന, ഉയർന്ന നിലയിൽ നിൽക്കുന്നവരെ യഥാർത്ഥത്തിൽ അവരെ പുറത്തു കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. പക്ഷേ പൊതുസമൂഹം ഇതെല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ 2 പേര് രാജിവെച്ചു. ഇപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചു സംഘടനയിൽ നിന്ന്, ഒരു അക്കാഡമിയിൽ നിന്ന്. സംഘടനയിൽ നിന്ന് നമ്മുടെ സിദ്ദിഖ് രാജിവെച്ചു. ബാക്കിയെല്ലാം രാജിവെച്ചു. ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ്, പൊതുജനത്തെ നോക്കിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ പത്രക്കാരെല്ലാം കൂടി 10-48 മണിക്കൂറായിട്ടിരുന്ന് മുകേഷിനെതിരെ ആരോപണങ്ങൾ വന്നിട്ട് ഒരു MLA-നെ രാജിവെപ്പിക്കാൻ നമുക്ക് ഏതെങ്കിലും പത്രക്കാർക്ക് സാധിച്ചോ? അത് ഒരു പാർട്ടി ഇതിൽ പെടുന്നതുകൊണ്ട് പാർട്ടി അതിനെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു വാദം വരുമ്പോഴും ഇപ്പോഴും ആ MLA ആയി മുകേഷ് ഇരിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നുള്ള ഒരു ഉറപ്പില് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ അതൊന്നും ഒരു തരി മാറില്ല എന്നുള്ള അതേ സ്ട്രോങ്ങില് വനിതാ നേതാക്കളടക്കം. പക്ഷേ അവിടെ മുകേഷ് രാജി വെക്കാതിരിക്കുന്നിടത്തോളം കാലം മുകേഷും പാർട്ടിയുമാണ് അവിടെ മോശമായിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? കാരണം മുകേഷ് രാജിവെച്ചിരുന്നെങ്കിൽ പിന്നീട് വാർത്ത മുന്നോട്ട് പോകില്ലായിരുന്നു. മുകേഷ് രാജിവെക്കാതെ ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങുകയും, കാരണം മുകേഷ് രാജിവെക്കേണ്ടതാണല്ലോ, അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ധാർമ്മിക മൂല്യമനുസരിച്ച് ആ MLA തൻ്റെ സ്ഥാനം രാജിവെക്കാൻ സന്നദ്ധനാവേണ്ടതാണ്. പാർട്ടിയുടെ പിന്തുണ ഉണ്ടായാലും ഇല്ലെങ്കിലും അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. പാർട്ടി തിരുത്താൻ സമയമായിരിക്കുന്നു, പാർട്ടി തിരുത്തേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ മുകേഷിനെ കൂടി രാജിവെപ്പിക്കേണ്ടതല്ലേ? അതെ, ഈ വാർത്ത തന്നെ പാർട്ടിക്ക് ഒരു ഗുണമല്ലേ എന്നുള്ളതാണ് എൻ്റെ അവസാനത്തെ ഒരു ചോദ്യം, എൻ്റെ സംശയം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. കാരണം ഈ വാർത്ത കൊണ്ടിരുന്നാൽ മതി, ഓണമായി ചിങ്ങായി, നമുക്ക് ഓണമൊന്നുമില്ല. ഈ പറയുന്ന പോലെ നമ്മളുടെ വയനാട്ടിലുള്ളൊരു ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ട ഒരു സമയമാണ്. അതുകൊണ്ട് ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ബോണസ് കിട്ടണ്ടേ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക്, ശമ്പളം കിട്ടണ്ടേ? KSRTC ഡ്രൈവർക്കും കണ്ടക്ടർക്കും ശമ്പളം കൊടുക്കൂ? ഇതൊന്നുമല്ല, അരിയും പഞ്ചാരിയും അടക്കമുള്ള സാധനങ്ങൾ നമ്മുടെ ഈ മാവേലി സ്റ്റോറിൽ കിട്ടുമോ? എന്തെങ്കിലും സാധനം കാരണം എന്താ അറിയാമോ? ഈ വാർത്തകളൊക്കെ വാർത്തകൾ മുങ്ങിപ്പോകുന്നു. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഡിസംബർ വരെ സർക്കാരിന് കടമെടുക്കാവുന്ന പരിധി എന്ന് പറയുന്നത് 700 കോടിയാണ്. 5000 കോടി രൂപയാണ് ഇപ്പോൾ സർക്കാർ കടമെടുക്കാൻ കേന്ദ്രത്തിനോട് അനുമതി തേടിയിരിക്കുന്നത്. അതെ, അപ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഓണത്തിന് കാര്യമായിട്ട് അരി കിട്ടുമെന്നൊന്നും വിചാരിച്ച് രാകേഷ് ഇരിക്കേണ്ട. അങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാവില്ല, ക്ഷേമ പെൻഷനുകളും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ സർക്കാർ ഈ പറയുന്ന രാകേഷ് പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം ഈ വാർത്തകൾക്ക് മുന്നിൽ സർക്കാരിൻ്റെ അഴിമതി ആരോപണങ്ങൾക്കും അതോ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയും ദുർനടപ്പും ഇതിനെക്കുറിച്ച് എല്ലാം ഉള്ള വാർത്തകൾ അപ്രസക്തമായി. ആ വാർത്തകളെല്ലാം മാറിപ്പോയി. പകരം ഹേമ കമ്മിറ്റി മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുന്നിലുള്ളത്, ജനങ്ങൾക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് സർക്കാരിന് ഗുണകരമാണ്. നമുക്ക് മാധ്യമ പ്രവർത്തക അഭിമാനിക്കാവുന്ന ഒരു കഥയുണ്ട്. നമ്മളൊക്കെ ഈ ഒരു രംഗത്തേക്ക് വരുമ്പോൾ പറയുന്ന ഒരു കഥയാണ്. അരിവില കൂടിയിട്ട് ഈ അരിവില കുറച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ അരി മുട്ടിക്കാനുള്ള ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അരിവില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കേരളം ഇന്നേ വരെ കാണാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ആരെങ്കിലും പൈസ ഇല്ല, ഓണാണ്, അതിൻ്റെ ഒരു വല്ലാത്ത വ്യാകുലതകളൊക്കെ ഉണ്ടാവും. ഇത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ വാർത്തകൾക്കിടയ്ക്ക് വേണ്ടേ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം. അത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കാണുന്ന ഒരു ട്രെൻഡാണ് മാധ്യമങ്ങളിൽ. കാരണം ഒരു വാർത്ത കിട്ടിയാൽ ആ വാർത്ത മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക,
മറ്റു വാർത്തകളെല്ലാം തമസ്കരിക്കുക എന്നുള്ളത് മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു പ്രധാന ജോലിയാണ്. ഇതിപ്പോ നടിയുടെ പീഡിപ്പിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് ദിലീപിന്റെ കേസിലേക്ക് ഇത് പോകും കുറച്ചാൾ കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് ചിലപ്പോൾ കലാഭവൻ മരണം വരെ ദുരൂഹമാണെന്നുള്ള രീതിയിലേക്ക് അന്വേഷണവും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ സിനിമ എന്ന് പറഞ്ഞൊരു ഫ്ലേവറിൽ മാത്രം മുന്നോട്ട് ഈ ഓണക്കാലത്തും അതുപോലെ ഇത്രയും പ്രതിസന്ധി ആയിരുന്നു. വയനാട്ടിലൊന്നും വീട് പോലും ആൾക്കാർക്കൊന്നും ആയിട്ടില്ല, എന്താ സംഭവം എന്ന് അറിയില്ല. സ്കൂള്, കുട്ടികള്, ഭക്ഷണം, ഇതിലേക്കൊന്നും നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് കേരള സമൂഹത്തിന്. അതിൻ്റെ അകത്തേക്ക് ഏറ്റവും വലിയൊരു മാധ്യമം എന്ന് പറഞ്ഞ ഈ ചാനലുകളാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, പേപ്പറുകളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ സോളാർ കേസ് വന്നപ്പോൾ തുടർച്ചയായിട്ട് സോളാർ വാർത്തകൾ മാത്രമേ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. സ്വപ്ന കേസ് വന്നു, അന്ന് മുതൽ സ്വപ്നേനെ അവിടെ പോകുന്നു, സ്വപ്നേനെ ചോദ്യം ചെയ്യുന്നു, സ്വപ്നയുമായി ബന്ധപ്പെട്ട എബ്രാഹുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. എക്സാലോജിക്കിന്റെ വാർത്തകൾ വന്നു, അപ്പോൾ അത് മാത്രമേ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിരുന്നുള്ളൂ. പിന്നെ ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ദിലീപിൻ്റെയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമാണ്. അതായത് ഒരു വാർത്തയെ മാത്രം പെരുപ്പിച്ചുകൊണ്ട് പോകുന്നത് കുറച്ച് കാലങ്ങളായി മാധ്യമങ്ങളിൽ കാണുന്ന ഒരു സംസ്കാരമാണ്. അതേസമയം കേരളത്തിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ, സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ, സർക്കാരുകൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ സത്യമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ധർമ്മം. അതിൽ സിനിമ മാത്രമല്ല, ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ നാട് നീങ്ങുന്നത്. അതുകൊണ്ട് ആദ്യം ചോദിച്ച ഒരു ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്, നിർത്താറായില്ലേ? മറ്റു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.